ചൈനയുടെ പ്രതിരോധ രഹസ്യങ്ങൾ ചോർന്നതായി റിപ്പോർട്ടുകൾ. ചൈനയുടെ സുപ്രധാന കമ്പ്യൂട്ടർ ശൃംഖലയ്ക്ക് നേരെ വൻ സൈബർ ആക്രമണം നടന്നതായി സൂചന. പ്രതിരോധ രഹസ്യങ്ങൾ ഉൾപ്പെടെ വലിയ അളവിലുള്ള വിവരങ്ങൾ ചോർന്നു എന്നാണ് CNN റിപ്പോർട്ടിൽ പറയുന്നത്. ചൈന ഇതുവരെ നേരിട്ടതിൽ ഏറ്റവും വലിയ വിവര ചോർച്ചയാണിത് എന്നാണ് പറയപ്പെടുന്നത്. ടിയാൻജിനിലെ ഭരണകൂട നിയന്ത്രണത്തിലുള്ള നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് സെന്ററിലെ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിലാണ് ഹാക്കർ നുഴഞ്ഞുകയറി വിവരങ്ങൾ ചോർത്തിയത്. മോഷ്ടിക്കപ്പെട്ട വിവരങ്ങളിൽ അതീവ രഹസ്യ സ്വഭാവമുള്ള പ്രതിരോധ രേഖകൾ, മിസൈൽ രൂപരേഖകൾ, യുദ്ധവിമാനങ്ങളുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ, അത്യാധുനിക യുദ്ധ മാതൃകകൾ എന്നിവ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 10 പെറ്റാബൈറ്റ് വരുന്ന ഡാറ്റയാണ് ചോർന്നത്. 10 പെറ്റാബൈറ്റ് എന്നാൽ 10 ലക്ഷം GB ഡാറ്റ എന്നാണ് അർത്ഥം. ചൈനയെ സംബന്ധിച്ച് തങ്ങളുടെ ഒരു സുപ്രധാന സംവിധാനത്തിന് നേരെ ഇത്തരം വലിയൊരു ആക്രമണം നടക്കുന്നത് ആദ്യമായാണ്. രാജ്യത്തുടനീളമുള്ള 6000-ലേറെ സ്ഥാപനങ്ങൾക്ക് കമ്പ്യൂട്ടിംഗ് പിന്തുണ നൽകുന്ന കേന്ദ്രമാണ് NSCC. അത്യാധുനിക ശാസ്ത്ര മേഖലയിലുള്ളവർ, വ്യോമയാന രംഗത്തുള്ളവർ, പ്രതിരോധ ഗവേഷണ രംഗത്തുള്ളവരെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ചൈനയുടെ വളരെ രഹസ്യാത്മകവും തന്ത്രപ്രധാനവുമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള കമ്പ്യൂട്ടിംഗ് ശേഷി നൽകുന്ന പ്രധാന കേന്ദ്രമാണിത്. ഹാക്കർമാർക്ക് വളരെ എളുപ്പം തന്നെ കമ്പ്യൂട്ടിംഗ് സംവിധാനത്തിലേക്ക് നുഴഞ്ഞു കയറാൻ സാധിച്ചുവെന്നും ആരും അറിയാതെ മാസങ്ങളോളം രഹസ്യമായ വിവരങ്ങൾ ചോർത്താൻ കഴിഞ്ഞു എന്നുമാണ് ചോർന്ന വിവരങ്ങളുടെ സാമ്പിളുകൾ പരിശോധിച്ച സൈബർ സുരക്ഷാ വിദഗ്ധർ പറയുന്നത്. ഇതിനായി ഹാക്കർ ഒരു കോംപ്രമൈസ്ഡ് VPN എൻട്രി പോയിന്റ് ഉപയോഗിച്ചുവെന്നും തുടർന്ന് വിവരങ്ങൾ കുറേശ്ശായി ചോർത്താൻ ഒരു ബോട്ട് നെറ്റ്, അതായത് ഓട്ടോമേറ്റഡ് സിസ്റ്റങ്ങളുടെ ശൃംഖല വിന്യസിച്ചു എന്നുമാണ് റിപ്പോർട്ട്. ഇത് ആധുനികമായ രീതിയൊന്നുമല്ല എങ്കിലും അത് ഫലപ്രദമായിരുന്നുവെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു. എന്നാൽ ഇത്രയേറെ തന്ത്രപ്രധാനമായ ചൈനയുടെ നെറ്റ്വർക്കിൽ ഇത്രയേറെ എളുപ്പത്തിൽ കടന്നു കയറാനാവുമോ എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. അത്രയേറെ ദുർബലമാണോ ചൈനയുടെ സൈബർ സുരക്ഷ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. വിവരങ്ങൾ ഒന്നിച്ചു ചോർത്തുന്നതിന് പകരം വിവിധ സിസ്റ്റങ്ങളിലൂടെ ചെറിയ ഭാഗങ്ങളായി ശേഖരിച്ചതിനാൽ ഹാക്കർക്ക് തിരിച്ചറിയപ്പെടാതെ രക്ഷപ്പെടാനും സാധിച്ചു. വളരെ വിദഗ്ധമായാണ് ഹാക്കിംഗ് നടത്തിയിരിക്കുന്നത്. 6 മാസത്തോളം എടുത്താണ് ഈ ഓപ്പറേഷൻ പൂർത്തിയാക്കിയത് എന്ന് കരുതപ്പെടുന്നു. ചോർത്തിയ വിവരങ്ങളിൽ ആദ്യ ഡാറ്റ സെറ്റ് ഫെബ്രുവരിയിലാണ് ഓൺലൈനിൽ വന്നത്. ഫ്ലെയിമിംഗ് ചൈന എന്ന ഉപയോക്താവ് ഒരു ടെലഗ്രാം ചാനലിലൂടെയാണ് ഈ വിവരങ്ങൾ പരസ്യപ്പെടുത്തിയത്. എയറോസ്പേസ് എഞ്ചിനീയറിംഗ്, സൈനിക സാങ്കേതിക വിദ്യ, ബയോ ഇൻഫോർമാറ്റിക്സ്, ഫ്യൂഷൻ സിമുലേഷനുകൾ എന്നിവ ഉൾപ്പെടെ വിപുലമായ ഗവേഷണ മേഖലകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഇതിലുണ്ട് എന്നാണ് സൂചന. ഈ വിവരങ്ങൾ ഹാക്കർ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.